ഫുജൈറ തിരിച്ചടിക്ക് ഇസ്രായേലിൻ്റെ സഹായം തേടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇനിയും നിശബ്ദരാകാൻ സാധിക്കയില്ല എന്ന തരത്തിലാണ്. അഥവാ തിരിച്ചടി ഇറാന് നേരെ ഉണ്ടാകും എന്ന് പറയാതെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ യുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്ന തരത്തിൽ അവരുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം അടക്കം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഈ ഇറാൻ്റെ ബോട്ടുകളെ തകർത്തതിലുള്ള പ്രതികാരം എന്ന തരത്തിൽ ഫുജൈറയുടെ എണ്ണ കേന്ദ്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയത്. അവരുടെ സീപോർട്ട്, അതായത് തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടും റിഫൈനറി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. 3 ക്രൂസ് മിസൈൽ, 4 ഡ്രോണുകൾ, 12 ബാലിസ്റ്റിക് മിസൈലുകൾ പരമാവധി തകർക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഒന്നോ ഒന്നിൽ കൂടുതലോ ഈ മേഖലയിൽ വീഴുകയും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ലോകാടിസ്ഥാനത്തിൽ തന്നെ 2ാം സ്ഥാനത്താണ് ഈ ഫുജൈറ എണ്ണ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട എണ്ണ ശുദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റിൽ പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മേഖലയ്ക്ക് നേരെ, അതായത് യുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ് കൂടിയാണ് ഈ പറയപ്പെട്ട ഫുജൈറ എന്ന് പറയുന്ന എണ്ണ ശുദ്ധീകരണശാല. ഇതിനെ ലക്ഷ്യം വെക്കുന്ന സമയത്ത് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അതിന് തീർച്ചയായിട്ടും തിരിച്ചടികൾ അനിവാര്യമാണ് എന്ന് കണക്കൂട്ടുന്നു. കാരണം ഇത്രയും കാലം ക്ഷമിക്കുകയും ഈ ആക്രമണത്തെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. രാജ്യത്തേക്ക്, ഇറാനിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ളതും ആക്രമണം നടത്താൻ ഇനി ഭാവിയിൽ തങ്ങൾ ആക്രമിക്കില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ഉള്ളത്. അതോടനുബന്ധിച്ച് തന്നെ അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ് 2020 സെപ്റ്റംബർ മാസം 15-ാം തീയതി വ്യത്യസ്തമായിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഇസ്രായേലുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ പ്രകാരം അത് ഇതുവരെ അങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അത് പൊടി തട്ടിയെടുത്തുകൊണ്ട് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും ഇത്തരം ഈ കരാർ വ്യവസ്ഥയുള്ള രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് തിരിച്ചടിക്കണം എന്നുള്ളത്. ആ ഒരു കരാർ വ്യവസ്ഥ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലും കൂടി സംയുക്തമായി ചേർന്നുകൊണ്ട് ആക്രമിക്കുമോ എന്ന തരത്തിലുള്ള സംശയം ജനിപ്പിക്കുന്നു. അന്ന് ഈ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് യു എ ആണ് ആദ്യം കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത്. പിന്നീട് ബഹ്റൈൻ വന്നു. ഇസ്രായേലുമായിട്ട് സംയുക്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 രാജ്യം വന്നു. പിന്നെ മൊറോക്കോ, സുഡാൻ, ഈ 5 രാജ്യങ്ങളാണ് 2020 സെപ്റ്റംബർ 15-ാം തീയതിയുള്ള കരാർ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചത്. അതിന് വർഷങ്ങൾക്ക് മുമ്പേ അതേക്കുറിച്ച് പഠനം നടത്തുകയും പല കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കുകയും ചില കാര്യങ്ങളൊക്കെ വെട്ടിച്ചുരുക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് കരാർ വ്യവസ്ഥ ഏറെക്കുറെ പ്രാബല്യത്തിൽ വന്നത്. ഇതിനോട് സഹകരിച്ചുകൊണ്ട് തൊട്ടടുത്ത പ്രാവശ്യം തന്നെ കരാർ വ്യവസ്ഥയിൽ ഒപ്പിടാൻ തയ്യാറായിരിക്കുന്ന രാജ്യം 1 കസാക്കിസ്ഥാനും, 2 സൗദി അറേബ്യ, 3 സിറിയയുമാണ്. സൗദി അറേബ്യ അതിന് ശേഷം പിന്നീട് പറഞ്ഞ് അപ്പോൾ തന്നെ 2023 ഒക്ടോബർ 7-ാം തീയതിയുള്ള ഹമാസ് ആക്രമണത്തോടനുബന്ധിച്ച് റൂട്ടൊക്കെ മാറി ഇസ്രായേൽ ഈ ഗസയെ ആക്രമിക്കുന്ന സമയത്ത് തങ്ങൾ ഈ കരാറിൽ ഒപ്പിടില്ലെന്ന് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ സൗദി അറേബ്യ തുറന്നു പറഞ്ഞു. പാലസ്തീന സ്വാതന്ത്ര്യത്തിന് ശേഷം മാത്രമേ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതുള്ളൂ എന്നതായിരുന്നു സൗദി അറേബ്യയുടെ നിലപാട്. മയപ്പെടുത്താൻ വേണ്ടിയിട്ട് ജോ ബൈഡൻ പ്രസിഡന്റായിരുന്ന സമയത്ത് അദ്ദേഹം, പിന്നീട് ട്രംപ് ശ്രമിച്ചെങ്കിൽ പോലും അത് നടന്നിട്ടില്ല. സൗദി അറേബ്യ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നിലപാട് പറഞ്ഞു. ആ നിലപാടിൽ മാറ്റം വരുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞതോടുകൂടി പിന്നീട് സൗദിയും ഇസ്രായേൽ തമ്മിലുള്ള കരാർ വ്യവസ്ഥ അവിടെ നിന്നു. കരാർ ഒപ്പിടുന്നത് മാത്രമേ ഉള്ളൂ, വ്യവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയതാണ്. പിന്നെ 2ാമത് സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് അവിടെ ആഭ്യന്തര കലാപങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും ഭരണാധികാരി രാജ്യം വിട്ടു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അത് നടന്നിട്ടില്ല. കസാക്കിസ്ഥാൻ, ഈ 2 രാജ്യങ്ങളും ഇങ്ങനെ ആയതുകൊണ്ട് കസാക്കിസ്ഥാന് താല്പര്യം കാണിച്ചില്ല. അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ കരാർ വ്യവസ്ഥ പ്രകാരം കരാർ വ്യവസ്ഥ ഒപ്പിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഭീകരവിരുദ്ധ സഹകരണം, രഹസ്യാന്വേഷണ സഹകരണം, സുരക്ഷാ സംവിധാന സഹകരണം, ഊർജം, ജലനിർമ്മാണം, കൃഷി, ഭക്ഷ്യസുരക്ഷ, സമുദ്ര സഹകരണം, ഈ ശത്രുപക്ഷത്തിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 100-ഓളം കാര്യങ്ങൾ ആ കരാർ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. അതിലൊന്നാണ് മറ്റുള്ള രാജ്യം തങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് തിരിച്ചടിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്, സംയുക്തമായ രീതിയിൽ ചേർന്ന് തിരിച്ചടിക്കുന്നത് തെറ്റില്ല എന്നുള്ളിടത്തോളമാണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, കടലാസിൽ ഉടമ്പടിയിൽ ഇങ്ങനെ അത് പൊടി പിടിച്ച് കിടക്കുന്നത് തട്ടിയെടുത്തുകൊണ്ട് അത് പ്രാബല്യത്തിൽ വരുത്താനുള്ള ശ്രമം നടത്തുന്നു എന്ന തരത്തിലാണ്. എന്ന് വെച്ചാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ യുദ്ധ സംവിധാന ഒരുക്കങ്ങൾ
നടക്കാൻ വേണ്ടി സാധ്യതയുണ്ട് എന്ന് കൂടി വിലയിരുത്തുന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ പാറ്റേണും റൂട്ടുകളൊക്കെ മാറുകയാണ്. അപ്പോൾ അബ്രഹാം കരാർ എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങളെ മാത്രം വലിച്ചെടുത്തുകൊണ്ടുണ്ടാക്കിയ കരാറാണ്. ഈ കരാർ വ്യവസ്ഥയിൽ പാലസ്തീനെക്കുറിച്ച് സംസാരിക്കുന്ന പോലുമില്ല. അത് സൗദി അറേബ്യ പിന്നീട് അവർ ചൂണ്ടിക്കാണിച്ചതാണ്. അത് ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട്, വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു റൂട്ട് പാത ഇവിടേക്ക് നാഷണൽ ഹൈവേ പോകുന്നുണ്ട് യൂറോപ്പിലേക്ക്. അങ്ങനെ സമയത്ത് ഗസ എന്ന് പറയുന്ന സമയത്ത് ആകെ തന്നെ അത് 40 കിലോമീറ്ററാണ് ചുറ്റളവ് വീതി നീളമുള്ളത്. അതിനെ എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് ഭാഗിക്കുന്ന സമയത്ത് ഈ 2 പ്രദേശമായിട്ട് തന്നെ അത് മാറും. ഹൈവേ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം 4 ട്രാക്ക് അല്ലെങ്കിൽ 8 ട്രാക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ 2 രാജ്യം പോലെയായി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം. അത് ഇതിൻ്റെ ഉദ്ദേശമാണ്, കുരുട്ട് ഉദ്ദേശമാണ് എന്നുള്ള വിമർശനം അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗസ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് പറയപ്പെട്ടതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം. പിന്നീട് ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പല തരത്തിലുള്ള പല രീതിയിലുമാണ്. അതായത് അമേരിക്കയ്ക്ക് ശത്രുതയുള്ള, ഇസ്രായേൽ ശത്രുതയുള്ള രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കാതെ അവരാക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എന്ന രീതിയിലേക്ക്. അഥവാ ഇതിൽ ഇറാനില്ല, ഇറാൻ മുസ്ലിം രാജ്യമാണ്. ഈ കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും അബ്രഹാം അക്കോർഡാണ്. അബ്രഹാമിൻ്റെ മക്കളായിരിക്കുന്ന ഈ വിഭാഗങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യസുരക്ഷയും അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള പുരോഗമന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി യോജിക്കണം എന്നുള്ളതും ശത്രുക്കളെ ഒതുക്കണം എന്നുള്ളതുമാണ്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം രാജ്യം വെച്ചാൽ എന്ന് പറയുന്ന സമയത്ത് ഇറാൻ്റെ പേര് വരണം. ഇറാൻ്റെ പേര് വന്നിട്ടില്ല. പിന്നെ റഷ്യയുടെ പേര് വന്നിട്ടില്ല. അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, അതൊരു മുസ്ലിം രാജ്യം, മറ്റുള്ള മതരാജ്യം അല്ലാത്തത് കൊണ്ട് അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ചൈന വന്നിട്ടില്ല, ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ഒഴിവാക്കിയിട്ടുണ്ട്. ഈ കൊറിയ വന്നിട്ടില്ല, കൊറിയ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അതായത് അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളായിരിക്കുന്ന ആരും ഈ അബ്രഹാം അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്ന് ചുരുക്കം. ഇപ്പോൾ ഉള്ള സ്ഥിതി അവസ്ഥകൾ നോക്കുന്ന സമയത്ത് ഇസ്രായേൽ സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട്, UAE സംയുക്തമായി ചേർന്നുകൊണ്ട് ഇറാനെതിരെ ആക്രമണം നടത്തുന്ന ഒരു സ്ഥിതിയോ കാര്യങ്ങളോ ഉണ്ടായാൽ യുദ്ധത്തിൻ്റെ പാറ്റേൺ തന്നെ മാറും. മറ്റൊരു തരത്തിലേക്കും മറ്റൊരു രീതിയിലേക്കും ഇത് മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. UAEയുടെ ഈ നിലപാടിനെ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ അനുകൂലിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. വിമർശനവും പറഞ്ഞിട്ടില്ല. അനുകൂലിക്കാതെ നിൽക്കുന്ന സമയത്ത് എതിർപ്പ് എന്ന് തന്നെ നമുക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭവിഷ്യത്ത് കഠിനമായിരിക്കും എന്നുള്ളതാണ്